നമസ്കാരം എല്ലാവർക്കും. സുഖം തന്നെയല്ലേ എല്ലാവർക്കും? പിന്നെ എനിക്കൊരു കാര്യം അറിയാവുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിനോടും ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ സഖാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവരണം. തെറ്റാണെങ്കിൽ നമ്മൾ അത് അവതരിപ്പിച്ച് സത്യമാണെന്ന് തെളിയിക്കണം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. നമ്മളെ ഹൈവേ സ്ഥലമേറ്റെടുപ്പിൽ ഒരുപാട് അപാകത ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫ്ലാറ്റുകൾ വെച്ച് കൊടുക്കുന്നതിൽ ഒരുപാട് കൈയിട്ട് വാരി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മുടെ വയനാട് ദുരന്തം അതിൽ കൊടുത്ത കാശുകളൊക്കെ എവിടെയൊക്കെ തിരിമറി ചെയ്തു എന്ന് പറഞ്ഞ്, അതേപോലെ നമ്മുടെ പ്രളയത്തിൽ ഒരുപാട് കാശുകൾ കാണാനില്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് തന്ന കാശുകളുടെ തെളിവുകൾ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം സ്വപ്നയിൽ കൊണ്ട് നിർത്തി ചെമ്പിൽ സ്വർണം കടത്തിയെന്നും പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, പിന്നെ മകൾക്ക് ബിസിനസ്സുകാരിയാകാൻ വേണ്ടി അങ്ങനെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. എന്തോ പ്രശ്നങ്ങളായിക്കൊണ്ട് പോട്ട് ഒന്നും തെളിയിച്ചിട്ടില്ല. സത്യമായ കാര്യമല്ലേ? ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ നോക്ക്. നമുക്ക് ആദ്യം മുതൽ എന്നെ അങ്ങ് തുടങ്ങാം. ഈ ലാവ്ലിൻ കേസ് എന്തായെന്ന് നിങ്ങളൊന്ന് പറയൂ. നമുക്ക് തുടക്കം മുതലേ തുടങ്ങാം, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും ഒരു പൂർത്തീകരണം വരില്ല. ആദ്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങളാദ്യം ഈ ലാവ്ലിൻ കേസിൽ ഒരു തീർപ്പുണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഒത്തുനിന്ന് നമുക്ക് സഖാവ് പിണറായി വിജയനെ നമുക്ക് രാജിവെപ്പിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നും തെളിഞ്ഞിട്ടില്ല, ഇതൊട്ടും തെളിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ചെറിയൊരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിലുള്ള എല്ലാവരെയൊക്കെ കയ്യിലെടുത്ത് വച്ചിരിക്കണം ആർക്കെങ്കിലും അതൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയൊരു സംസ്ഥാനം, ഒരു ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മുടെ ഈ BJP സർക്കാരിന് നമ്മുടെ സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷക്കാരെയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പച്ചയ്ക്ക് തിന്നും. ആ രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ പറയുകയാണ് ഇടതുപക്ഷവും BJPയും തമ്മിൽ അന്തർധാരയാണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ നമ്മളെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കരുത്. വലിയ പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് തുടക്കം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം നിങ്ങൾ ആ ലാവ്ലിൻ കേസ് എന്തായെന്ന് ഒന്ന് തീർപ്പാക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോകാം. പിന്നെ ഇപ്പോഴീ നമ്മുടെ സ്വർണ്ണപ്പാളി കട്ടത് നമ്മൾ ഉത്തരവിട്ടിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. പതുക്കെ ഓരോന്നായിട്ടിങ്ങനെ വന്നു തുടങ്ങി. എന്തായാലും പിടിക്കപ്പെടൂലെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണിച്ചാൽ ഇതൊന്നും വില പോവില്ല. ഉത്തരവിട്ട കണ്ടുപിടിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നമുക്ക് ഈ ഉണ്ണിമുണ്ണനെയൊക്കെ നമുക്ക് തൂക്കാം. അവൻ്റെ ബാക്കിലുള്ള ആരെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പതുക്കെ വച്ചു കൊടുക്കാം. അതൊക്കെ എന്തായാലും തെളിയും. എന്തായാലും നിങ്ങൾ സമരമുഖത്ത് നിങ്ങളങ്ങനെ വലിയ പ്രഹസനമൊന്നും കാണിക്കണ്ട. നമുക്ക് ലാവ്ലിൻ കേസ് തൊട്ട് അങ്ങ് തുടങ്ങാം. ആദ്യം അതൊന്ന് തെളിയിച്ച് വാ. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ശരി.